കടയ്ക്കലടുത്ത് ഒരു പാമ്പതിഥി കിണറ്റിൽ വീണു. എന്നെ വിളിച്ചു. ആരുടെയോ കണ്ട് ആർക്കും ഒരു ബന്ധമില്ല. അങ്ങനെ ഞാൻ പോകുന്നു, ഓട്ടോയിൽ പോകുന്നു, പാമ്പിനെ എടുക്കുന്നു, ചാക്കി കെട്ടി ഞാൻ കൊണ്ടുപോകുന്നു, തിരിച്ചിറങ്ങുന്നു. അപ്പോൾ 2 പേര് ചെറിയൊരു മൊബൈൽ ക്യാമറയായിട്ട് വന്നു. ഈ പാമ്പിനെ ഇറക്കി കാണിക്കണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, വേണ്ട, കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ചാക്കിലാക്കി കാണിക്കാൻ പറ്റുന്നത്. പിറ്റേന്ന് രാവിലെ എന്നെ അഞ്ചൽ ഫോറസ്റ്റിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ വർഷങ്ങളായി ഇവരെല്ലാം വിളിച്ച് പാമ്പിനെ പിടിക്കാൻ പോകുന്ന ഒരാളാണ്. സുരേഷിൻ്റെ പേരിലൊരു പരാതി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എന്താണ് പരാതി? അത് പാമ്പിനെ പിടിച്ച് കടത്തി എന്നാണ് പരാതി എന്ന് പറഞ്ഞ്. ഞാൻ ചിരിച്ചു കേട്ടോ. ഇവരെല്ലാം വിളിച്ചിട്ട് ഞാൻ 100 കണക്കിന് പാമ്പളെയും പിടിച്ച് രാജവമ്പരയൊക്കെ പിടിച്ച് കൊണ്ടുകൊടുത്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവർക്ക് എന്നെ കൊടുത്ത് അവരോട് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തിരക്കുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരെ ഇങ്ങി പോന്നു. അങ്ങനെ കുറേ ദിവസം എന്നെ കയറ്റി ഇറക്കി. അവസാനം ഞാൻ ഫ്ലൈയിങ് സ്ക്വാഡിൽ എന്താ പറയുക, പുനരൊരു ഫ്ലൈയിങ് സ്ക്വാഡിൽ പോയി DFI കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് ഇല്ലാതാക്കി. അങ്ങനെ ഇരുന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴും അടുത്ത് വലിയൊരു സന്തോഷകരമായ വാർത്ത. തിരുവനന്തപുരത്ത് എൻ്റെ ഇത്രയൊക്കെ തരണം ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്ത് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഒരു ദിവസം ഒരു പാമ്പതിഥിയെ പിടികൂടി. വലിയ മൂർഖൻ. എൻ്റെ ആക്റ്റീവിലാണ് ഞാൻ പോകുന്നത്. പിടികൂടി ഞാൻ എൻ്റെ ഡാഷിലാണ്ടെന്ന്. അങ്ങനെ ഡാഷിലിട്ട് പൂട്ടി. പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതും ഒരു 3 പേര്, അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് മെമ്പറും വേറെ ഏതോ 2 പേരുടെ കയറി വന്നു. അപ്പോൾ എനിക്ക് അപ്പോഴൊരു കോൾ വന്നു. പത്തനംതിട്ട കോന്നിയിൽ രാജവമ്പല എന്ന് പറഞ്ഞ് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെ പൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോയി. അവർ കൈ കാണിച്ചു, പാമ്പിനെ കാണിച്ചേ പറ്റുള്ളൂ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ കാണിച്ചാൽ പോലെ ജംഗ്ഷനിൽ കാണിക്കും. അന്ന് ഹർത്താൽ കൂടിയാണ് ആ കാലഘട്ടം. ഞാൻ ജംഗ്ഷനിൽ കൊണ്ട് കാണിക്കും. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ പിറ്റന്നത്തെ ഒരു പ്രമുഖമായ പത്രത്തിൽ, ദേശാഭിമാനി പത്രത്തിലൊരു വാർത്ത, വാവാ സുരേഷ് പാമ്പിനെ പിടികൂടി. ആയിരക്കണക്കിന് ജനങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കണം. ആദ്യം ജനങ്ങളെ കാണിച്ചില്ല. സാധാരണഗതിയിൽ ചാക്കിലോ കുപ്പിയിലോ ആക്കിക്കൊണ്ടു പോകുന്ന പാമ്പിനെ ആക്റ്റീവ സ്കൂട്ടറിൻ്റെ ഡാഷിലിട്ടുകൊണ്ട് പോയി. അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ കാരണം വിഷമെടുക്കാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. നല്ല തളർന്നൊരവസ്ഥയും കൂടെയായിരുന്നു. ഒരു ലാഭയിച്ചയില്ലാതെ എൻ്റെ ജീവിതവും കളഞ്ഞ്, എൻ്റെ ജീവനും കളഞ്ഞ്, എൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ മറന്നുകൊണ്ട് നാടിന് സേവനമെന്ന് പറഞ്ഞിറങ്ങിയ എനിക്ക് കിട്ടിയൊരു പണിയായിരുന്നു അത്. ഞാനത് പിന്നെ വനം വകുപ്പുകാർക്കത് മനസ്സിലായി ചുമ്മയാണെന്നുള്ളത്. പിന്നെ അവരത് കളഞ്ഞു. അത് കഴിഞ്ഞൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്നത്തെ സൂപ്രണ്ട് തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചു. സുരേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭയങ്കര പാമ്പ് കടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം സാറേ? അത് ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മറ്റൊക്കെ ഒരു ക്ലാസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ശരി, വരാം, ചെയ്യാമെന്ന്. എന്നാണ് ഡേറ്റ്? അത് ഇന്ന ദിവസമാണ് ഡേറ്റ്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനിച്ചൊരു ദിവസം ഇവിടുന്ന് 3-4-5 പാമ്പുകളുമായിട്ടൊക്കെ അവിടെ ചെല്ലുന്നു. ഏകദേശം 2-2.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. 2-2.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു. അവയർനെസ്, പാമ്പ് കടിയേറ്റാൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്, സെക്കൻഡ് എന്ത് ചെയ്യണം, തേർഡ് എന്ത് ചെയ്യണം, കടി കിട്ടിയാൽ നിങ്ങൾ ഈ കടി കിട്ടിയ മുറിവിൻ്റെ ചുറ്റിനും കൈ വെച്ച് നോക്കിയാൽ അത് ചൂടുണ്ടെങ്കിൽ അത് വെനമുള്ള പാമ്പിൻ്റെ കടിയാണെന്നും വെനമില്ലെങ്കിൽ അത് നോൺ വെനമസിൻ്റെ കടിയാണെന്നൊക്കെ ക്ലാസ് എടുത്ത് അണലിയെ പരിചയപ്പെടുത്തി, റസൽസ് വേവനെ പരിചയപ്പെടുത്തി, പൈത്തനെ പരിചയപ്പെടുത്തി, ട്രിങ്കറ്റിനെ പരിചയപ്പെടുത്തി, സാൻബോവയെ പരിചയപ്പെടുത്തി, ചേരയെ പരിചയപ്പെടുത്തി, അവസാനം പരിചയപ്പെടുന്നത് മൂർഖനതിഥിയായിരുന്നു. വലിയ മൂർഖൻ. ഞാനിങ്ങനെ മൂർഖനെടുത്ത് ഇങ്ങനെ പത്തിയെടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ടങ്ങ് പോയി. ഞാനപ്പോൾ അവിടെ മൈക്കിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പാമ്പിനെ കാണിച്ചു. ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ അതെടുത്ത് വാർത്തയാക്കി. കറണ്ട് പോയപ്പോൾ വാവാ സുരേഷ് പാമ്പിനെ മൈക്കാക്കി എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഉടനെ അന്വേഷണമായി. 10 മിനിറ്റിനകത്ത് അവിടെ ഹോസ്പിറ്റലിൽ 15 മിനിറ്റ് ഫോറസ്റ്റ് വണ്ടി ചെല്ലുന്നു. പിന്നെ എന്നെ വിളിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം കേരള വനം വകുപ്പിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത് എന്നെ തേടിയൊരു വലിയൊരു അപകടം എത്തുന്നത്. ഈ മുട്ടകടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ കൈമനത്ത് നിന്ന് ആഴാങ്കല്ലിലേക്ക് പോകുമ്പോൾ, ഇടഗ്രാമത്തേക്ക് പോകുമ്പോൾ, മരുതൂർക്കടവിലേക്ക് പോകുമ്പോൾ അവിടെ NSS കരയോഗമുണ്ട്. ആ കരയോഗം പുതുക്കി പണി നടക്കുന്നു. ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ
പഴയ തടിയെടുത്ത് പൊക്കിയപ്പോൾ തടിയടിയിലൊരു പാമ്പ്. അവർ തടിയങ്ങ് ഇട്ടു. ഇത് ചപ്പിപ്പോയി. ഞാനിവിടെ നിന്ന് ഓടിച്ചെന്ന് പാമ്പിനെ കണ്ടുന്ന പലവ് പൊക്കി. അവിടെയാണ് കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പൊക്കി കറക്റ്റ് ഇവിടെ നിന്ന് കടിച്ചു. ആ കൈമണത്ത് പലവരടി ഇരുന്നത് മൂർഖനതിഥിയായിരുന്നു. മൂർഖനെ കടിച്ചു. ആരും അറിഞ്ഞില്ല, ഒരു കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല. ഞാൻ നേരെ അവിടെ നിന്ന് പാറശാലയിൽ പോയി ഒരു പാമ്പിനെ എടുത്ത് അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ വന്നു. ശർമ്മ സാറിനെ വിളിച്ചു. അഡ്മിറ്റായി 15 ദിവസം കിടന്നു. കോട്ടയത്തെ വലിയ കടി 7 ദിവസമേ കിടന്നുള്ളൂ. 15 ദിവസം കിടന്നു. അത് ഒക്കെ കഴിഞ്ഞ് റിക്കവറായി കൃത്യം 1 മാസം തികയുന്നതിൻ്റെ അന്ന് ആക്കുളത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ അടുക്കളയ്ക്കകത്ത് ഒരു മൂർഖനതിഥി, നല്ല വലിയ മൂർഖന്. ഞാൻ പോയി പിടിച്ചു. അമ്മ ബോട്ടിലോട്ട് വന്നു. നല്ല ബോട്ടിൽ, പുതിയ ബോട്ടിൽ, നല്ല തിളക്കമുള്ള ബോട്ടിൽ. അമ്മ അടപ്പ് തുറക്കാം, ഞാൻ അടപ്പ് തുറന്നു. ഞാൻ പാമ്പിനെ അതിനകത്ത് ചുറ്റീനകത്ത് കയറ്റി, ചെറിയ പാമ്പൻ അടച്ചു. അമ്മയുടെ നീ അടപ്പിങ്ങനെ വാങ്ങിച്ചു. തിരിഞ്ഞ് അടപ്പ് കുപ്പിയിലേക്ക് നോക്കിയില്ല, വാങ്ങിച്ചു. അമ്മ തന്നു. ഞാനിങ്ങനെ വെച്ചിട്ട് ഒരു തിരുക്ക്, അടപ്പ് പപ്പടം പോലെ പൊടിഞ്ഞു പോയി. കുപ്പി പുതിയതായിരുന്നു, അടപ്പും പുതിയതായിരുന്നു. ഈ പുതിയ കുപ്പിയിൽ അടപ്പ് അമ്മ എടുത്ത് അകത്തിരുന്ന ഉപ്പ് കുപ്പിയിൽ അടച്ചു. എന്നിട്ട് ഉപ്പിലടച്ചിരുന്ന അടപ്പെടുത്ത് ഇതിലടച്ചു. തിരിക്കതും പൊടിഞ്ഞു പോയി. ഒറ്റക്കടി. കണ്ടോ കണ്ടോ? ഏകദേശം 1.5 മാസം 2 മാസം എടുത്ത് മുറിവ് കരിയാനായിട്ട്. കോട്ടയത്തെ കടിയൊക്കെ എന്തായിരുന്നു? കുഞ്ഞു കടിയായിരുന്നു. ഇതുകൊണ്ടോ കടി കെട്ടി ഞാൻ ഹോസ്പിറ്റലിൽ നീരൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞു, സാറേ ഒന്നും തോന്നരുത്, എനിക്ക് ഇപ്പോൾ ആൻറ്റിവനെ എടുക്കണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് വൈകിട്ടായപ്പോൾ അന്നത്തെ ഹെഡ് അവിടെ ഡ്യൂട്ടിക്കില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റിവനെ എടുക്കണം. പറഞ്ഞില്ല, സാറ് പറഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. സാറ് പറഞ്ഞു മെഡിസിൻ ആൻറ്റിവനും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 10 വയലിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒന്ന് ബോഡി പഠിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവർ നിർബന്ധിച്ചെടുത്തിട്ടാണ് ആൻറ്റിവൻ എടുത്തു. ഇല്ലെങ്കിൽ ഞാനത് എനിക്ക് പഠിക്കാൻ ഇത്ര സമയം എനിക്ക് അടി കിട്ടിയിട്ട് ഇത്ര സമയം ഞാൻ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം എന്താ പറയുക സർവ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്ക് ശ്വാസം മുട്ട ചുമയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും അസുഖമില്ല, പെട്ടെന്ന് എനിക്ക് നോക്കാം പഠിക്കാം എന്ന് വെച്ച്. പക്ഷെ സമ്മതിച്ചില്ല. അവരത് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കടി കിട്ടുന്നത്. അപ്പോഴാണ് കോട്ടയം ജില്ലയിൽ പ്ലാച്ചേരി എന്ന് പറഞ്ഞ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്, അവിടെ നിന്നൊരു കോൾ വരുന്നു. എന്താണെന്നറിയാമോ? ഒരു പരാതി ഉണ്ട് എന്ന്. ഞങ്ങളുടെ എന്താണ് പരാതി? അത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കോട്ടയം ജില്ലയിലൊരു പബ്ലിക് ഹാളിൽ ഒരു സംഘടനയുടെ പരിപാടിയിൽ വാവ സുരേഷ് പാമ്പിനെ പ്രദർശിപ്പിച്ചു എന്നൊരു പരാതിയാണെന്ന്. എനിക്ക് ചിരി വന്നു. ഈ യാത്രക്കിടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റിയില്ല. കുറച്ച് ദിവസം ഞാൻ അച്ഛനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ അച്ഛന് 2 വർഷം കൊണ്ട് അച്ഛന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ 2 ചേട്ടന്മാരുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തിക്ക് വയ്യാത്തതുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെ ചെന്ന് കാണുന്നു. അച്ഛൻ പറഞ്ഞ് എനിക്ക് ഒട്ടും വയ്യ മക്കളെ. അങ്ങനെ ഞാനിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ കൊണ്ട് റേഡിയോ തെറാപ്പി കാണിക്കുന്നു. അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു. ഞാൻ പറയുന്നത് എന്നെ ഇത്രയും ദ്രോഹിക്കുന്നിടയിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വിഷമങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛനെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ അച്ഛനെ റേഡിയോ തെറാപ്പി കൊണ്ട് കാണിച്ചു. റേഡിയോ തെറാപ്പിയിൽ കാണിച്ച് എന്താ പറയുക, നമ്മുടെ റേഡിയേഷൻ വളരെ കുറഞ്ഞ അളവിൽ ചെയ്തു. അച്ഛനെ നോക്കാൻ ആർക്കും അച്ഛനെൻ്റെ മക്കൾക്കൊന്നും സമയമില്ലാത്തതിന് ഞാൻ പുറത്തുനിന്ന് ഒരാളിനെ വെച്ചു. അത് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് മാരകമായ ഒരു വെള്ളിടി എൻ്റെ തലയിലേക്ക് വീഴുന്നു. അത് വേറൊന്നല്ല, എൻ്റെ അനുജത്തിയുടെ ഭാവത്തിലാണ്, എൻ്റെ അനുജത്തിയുടെ എന്താ പറയുക രൂപത്തിലാണ്. പെട്ടെന്ന് അറിയപ്പോൾ എൻ്റെ അനിയത്തിക്ക് വയ്യാതാവുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഷുഗർ കൂടുതലാണെന്നറിയുന്നു. അതിനോടനുബന്ധിച്ച് കിഡ്നികൾ തകരാറിലാണെന്നറിയുന്നു. അതിനോടനുബന്ധിച്ച് ഹാർട്ടിലെ പമ്പിങ് കുറവാണെന്നറിയുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ യൂട്രസ് പ്രോബ്ലം എന്ന് പറയുന്നു. അതിനോടനുബന്ധിച്ച് കണ്ണിന് കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ലേസർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാരകമായ വിഷമങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ മാരകമായ വേദനകൾക്കിടയിൽ ഞാനിങ്ങനെ എൻ്റെ യാത്ര ആരെയും ദ്രോഹിക്കാതെ ആരെങ്കിലും വീട്ടിൽ വന്നെത്തുന്ന ഈ അതിഥികളെ പിടികൂടി കാട്ടിക്കൊണ്ട് വിടുന്നതിന് എന്നെ ഇങ്ങനെ ഇത്രയും മാനസിക വിഷമങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്രയും മാനസിക വിഷമം കൊണ്ട് നടക്കുന്ന എന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട്
ആർക്കെന്ത് കിട്ടാനാണ്? അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നെ മാത്രം നശിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ മാത്രം ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ആരൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് തയ്യാറാക്കി, എൻ്റെ ജീവന് ഭീഷണിയാണെന്നും എന്നെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും ആ വ്യക്തികളുടെ പേരുകൾ എഴുതി തയ്യാറാക്കി, ഫോൺ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് എൻ്റെ അവസാന മൊഴി, എൻ്റെ മരണമൊഴി എന്നൊരു പത്രം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വേറെ അത്രയ്ക്ക് പീഡനം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. തിരുവനന്തപുരം ജില്ല മലയൻകീഴ് അടുത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് രാത്രിയിൽ ഒരു 9-9:30 എന്നെ വിളിക്കുന്ന സമയത്ത് ഒരു രാജവമ്പലെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല, ഞാൻ അമ്പൂരിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. രാജവമ്പലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ വാട്സാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഫോട്ടോ വാട്സാപ്പ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. കണ്ടിട്ട് രാജവമ്പല തോന്നി വലിയ പാമ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അപൂർവങ്ങളിൽ അപൂർവമായി കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ബാൻഡഡ് ക്രൈറ്റ് എന്നറിയപ്പെടുന്ന ശംഖുവരേനെ, കറുപ്പിൽ മഞ്ഞ വരകളോടുകൂടി ബാൻഡഡ് ക്രൈറ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ ആരും അവിടെ കൊണ്ട് വെച്ചിട്ട് പിടിച്ചതല്ല, എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ പോയി എടുത്തു, ബാൻഡഡ് ക്രൈറ്റ് ആണെന്ന് അറിഞ്ഞു. ഞാനത് എപ്പിസോഡ് ചെയ്തു, നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്ന കമൻസ് സത്യം പറഞ്ഞാൽ വേദന ഉണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് കാണുന്നു. വാവാ സുരേഷ് മഹാരാഷ്ട്രയിൽ പോയി, ഞാനിവിടെ കേരളം വിട്ട് ഒരു സ്ഥലത്ത് പോകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്, ഇപ്പോൾ ഈ കുറച്ച് തളയിലായിട്ടുള്ളൂ. അപ്പോഴാണ് അതോടനുബന്ധിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് എന്നെ തേടി മറ്റൊരു വിനോദം കൂടി വരുന്നത്. എനിക്ക് ആയൂർ എന്നുള്ള സ്ഥലത്ത് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഗല്ലിയിൽ, അല്ലെങ്കിൽ ഒരു കോളനി എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല, കോളനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോളനി എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ തേനീച്ച കൂട്ടിനെയും കോളനി എന്നാണ് പറയുന്നത്. തേനീച്ചയുടെ ഒരു കോളനി, 2 കോളനി. അപ്പോൾ കൂട്ടമായിട്ട് കുറേ വീടുകൾ താമസിക്കുന്നത് നമ്മൾ കോളനി എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുക, കൊറോണ തീരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കേരളത്തിൽ മിക്കവാറുള്ള ജില്ലകളിലൊക്കെ കൊറോണ സമയത്ത് സഞ്ചരിച്ച് എന്നെ ആരും തടഞ്ഞില്ല, കിറ്റ് കോട്ടൊക്കെ കൊണ്ടുകൊടുത്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നു. ഭയങ്കര ആളായിരുന്നു പാമ്പിനെ പിടിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ഞാൻ പാമ്പിനെ പിടിച്ചു. കയ്യൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ചെറുപ്പക്കാരനാണ് ആണുങ്ങൾ. എന്തിനീ പറയുന്നു, ഞാൻ വളരെ കഷ്ടപ്പെട്ട് 3ൻ്റെ അന്ന് ചുമ തുടങ്ങി, 5ൻ്റെ അന്ന് തീവ്രപരിചരണ വിഭാഗത്തിലായിട്ട് വേണ്ട മെഡിക്കൽ കൊറോണ ഉണ്ട്. ആ ചെറുപ്പക്കാരൻ ചെയ്ത എന്നെ സേവനത്തിനായി വിളിച്ച് അവിടെ ചെന്ന് ഫ്രീ സേവനം ചെയ്തു കൊടുത്ത് എനിക്ക് കിട്ടിയ പണിയാണ് കൊറോണ എന്നുള്ള മാരകമായ ആ ഒരവസ്ഥ. അപ്പോഴും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തന്നെയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കാരണം ആ കൊറോണ വന്ന സമയത്ത് ഞാൻ ഡോക്ടർ സാറിനെ വിളിച്ചു. പറഞ്ഞു കുഴപ്പമില്ല സുരേഷ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ ഇവിടെ വന്ന് കിടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അന്ന് കുഴപ്പമില്ല, പിറ്റേന്ന് കുഴപ്പമില്ല, 3-ാം ദിവസമായപ്പോൾ എനിക്ക് ചുമയും ശ്വാസം മുട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് കയറി അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ ആംബുലൻസ് ഒരു വിധത്തിൽ സ്റ്റാർട്ടാവില്ല. ഞാൻ ഇറങ്ങിയത് സ്റ്റാർട്ടായി, ഞാൻ കയറുമ്പോൾ വീണ്ടും സ്റ്റാർട്ടാവില്ല. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് എങ്ങനെയൊക്കെ തള്ളി സ്റ്റാർട്ടാക്കി ഇപ്പോൾ അഡ്മിറ്റായി 1 മാസം കിടന്നു. നിസ്സാരമായ ഒരാൾ ചെയ്ത ഒരു പണിയിൽ 1 മാസം കിടന്നു. കൊറോണ വന്ന് വളരെ തീവ്രം, വളരെ കൂടുതലാണ്. അതൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആറ്റിങ്ങലടുത്ത് ഞാനൊരു കോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വഞ്ചൂർ പോലീസ് വിളിക്കുന്നത്. വഞ്ചൂർ സുരക്ഷ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ ആറ്റിങ്ങൽ നിൽക്കുകയാണ്. ആറ്റിങ്ങൽ നമ്മളെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ എന്ത് സാറേ, അതൊരു കരിമൂർക്കൻ പാമ്പ് വന്നു. ഞാൻ സാറേ എവിടെയാണ്? അത് വഞ്ചൂർ. ഞാൻ അവിടെ കരിമൂർക്കൻ ഇല്ലല്ലോ സാറേ. ഉണ്ട് സുരേഷ്. ഞാൻ സാറേ ഫോട്ടോ ഇടാൻ പോയി. പുള്ളി എനിക്ക് വീഡിയോ ഇട്ടു. കരിമൂർക്കൻ, നല്ല സൂപ്പർ കരിമൂർക്കനായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതാണ്, കേരളത്തിലതില്ല. പക്ഷേ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ലോറി രാജസ്ഥാനിൽ നിന്ന് മറ്റൊന്ന് ലോറി അവിടെ കൊണ്ട് ഒതുക്കിയിരുന്നു. അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങുന്നത് അവർ കണ്ടു, നാട്ടുകാർ കണ്ടു, പോലീസ് കണ്ടു. അത് എഴിഞ്ഞ് ഇവിടെ അടുത്തൊരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലൊരു വലിയൊരു പാലമരം നിൽപ്പുണ്ട്. അതിൽ വള്ളി പടന്നു. അപ്പോൾ അതിൽ കൂടെ കയറി മേളിൽ പോയി അവിടെ നിന്ന് കാക്ക എന്തോ അടിച്ചപ്പോൾ നേരെ പടക്കോന്നും താഴെ വീണത്. അപ്പോൾ അത് ചാക്കിനിടയ്ക്കായിരുന്നു. ഞാൻ വന്നപ്പോൾ എടുത്തു, നന്നായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. അപ്പോഴും അതിൻ്റെ അടി വന്ന കമൻസ് എന്താണെന്ന്, ഞാൻ രാജസ്ഥാനിൽ പോയി കൊണ്ടിട്ട് പിടിച്ച പാമ്പാണ്, ബ്ലാക്ക് കോബ്ര. പിന്നെ ആ ഇടയ്ക്കാണ് എനിക്ക് ഏകദേശം 5-നും 7-നും ഇടയ്ക്ക് സ്വർണ്ണ കളറിലെ നാഗങ്ങളെ കിട്ടി. നല്ല ഗോൾഡ്, നല്ല തിളക്കമുള്ള, നല്ല പവൻ മാറ്റ് സ്വർണ്ണ
നാഗങ്ങളെ കെട്ടി, കരിനാഗത്തിനെ കെട്ടി, വെള്ളക്കടലിൽ വെള്ളി നാഗത്തെ പിടിക്കാൻ കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഭാരത് വിഷൻ എന്നൊരു ചാനലുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ, തിരുവനന്തപുരത്ത്. അതിൻ്റെ ഓഫീസിൽ നിന്ന് വെള്ള മൂർഖനെ പിടികൂടാൻ പറ്റും. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അതികൾ എനിക്ക് പരിചയപ്പെടാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്രയും കഷ്ടപ്പാടായിരുന്നാലും സന്തോഷമായിരുന്നാലും ഒക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച, അല്ലെങ്കിൽ മറക്കാൻ പറ്റാതെ തോളോട് ചേർത്ത് നിർത്തുന്ന കുറച്ച് നല്ലവരായ വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കോട്ടയം കടി, ഇതിന് മുന്നേയും കടി ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് കടി കിട്ടി, വൈകിട്ടാണ് കടി കിട്ടുന്നത്, ഞാൻ സീരിയസ് ആണ്, എനിക്ക് മരണത്തോട് മല്ലടിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്ന സമയത്ത് ആദ്യം ഹോസ്പിറ്റലിൽ ഓടിയെത്തിയ 2 വ്യക്തിത്വങ്ങൾ നമ്മൾ ഞാൻ മറക്കാൻ പാടില്ല, ആര് മറന്നാലും. ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഴയ സൂപ്രണ്ടായിരുന്ന ഷർമദ് സാർ അവർകൾ. രണ്ടാമത് പഴയ ട്രിവാൻഡ്രം ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമൻ PK രാജു സാർ അവർകൾ. എന്നുവെച്ചാൽ അവരാണ് ആദ്യമായിട്ട് എന്നെ, അവരെ ഞാൻ വോട്ടറല്ല, ഞാൻ അവരുടെ ബന്ധുവല്ല, ഞാൻ ഒരു നല്ല സുഹൃത്ത് പോലുമല്ല, എന്നെ എനിക്കിങ്ങനെ അപകടം പറ്റിയെന്ന് പറയുമ്പോൾ അവർ സ്വന്തം കാശിൽ കാറെടുത്ത് എന്നെ കാണാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ICUയിൽ കയറി എന്നെ കാണുകയും എൻ്റെ ശരീരത്തിൽ തട്ടി എന്നോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത ആൾക്ക്. എനിക്ക് ഉപബോധ മനസ്സുണ്ടല്ലോ, എന്നോട് ആരൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ വെല്ലറ്റ് കിടക്കുമ്പോൾ, അവരാണ്. അപ്പോൾ അവരെയൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ട് തോന്നിയത് നമ്മുടെ പ്രിയപ്പെട്ട വാസവൻ സാർ അന്ന് കോട്ടയത്തെ കടി കിട്ടുന്ന സമയത്ത് സമയോചിതമായി ഇടപെട്ട് എന്നെ ഭാരതിലാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടനെ, ഭാരതിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നല്ല ട്രീറ്റ്മെൻറ്റ് വന്നു. അതൊരിക്കലും നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം അശ്രാന്തം പരിശ്രമിച്ച് അത് നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു. അത് മറക്കാൻ പാടില്ലാത്തൊരു ഏറ്റവും വലിയൊരു അനുഭവമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ തിരുവല്ലം എന്നുള്ള സ്ഥലത്ത് ഒരു കോള് പോയിട്ട് വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവർ ഇപ്പോൾ മരിച്ചുപോയ ചെറുപ്പക്കാരാണ്. അദ്ദേഹം സൂയിസൈഡാണ് ചെയ്തത്. ഞാനുള്ളൊരു പാമ്പിനെ പിടിക്കാനായിട്ട് പോയിട്ട് പറഞ്ഞ വഴിക്ക് അദ്ദേഹം വണ്ടി കൊണ്ടിട്ടിട്ട് ഞാനൊരു 1 കിലോമീറ്റർ നടന്നാണ് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ഞാൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടി നടന്ന് പറഞ്ഞ വഴിക്ക് പുള്ളി പാട്ട് കേട്ടോ, ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ പുള്ളി ഈ സെറ്റ് അവിടെ ഇരുന്നു, ഈ കണക്ഷൻ ഊരിയും കിട്ടും. എന്നിട്ട് ചെവിയിൽ ഇതങ്ങിരുന്നു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നു. ഞങ്ങൾ ചാക്കയായപ്പോൾ ഞങ്ങളെ വണ്ടി ചേസ് ചെയ്തൊരു ബൈക്ക് കൊണ്ട് നിർത്തി. അത് 2 കാക്കിധാരികളായിരുന്നു. ഒരാൾ ഹോം ഗാർഡായിരുന്നു, ഒരാൾ ASI ആയിരുന്നു. കണ്ട് നിർത്തിയിട്ട് 3000 പെറ്റി അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തെന്ന് കേട്ടപ്പോൾ എന്തിനെന്ന് പുള്ളി ഞാൻ കേട്ടില്ല, ഞാൻ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു എന്തിനാ സാറേ ചോദിച്ചപ്പോൾ അത് ഫോണിൽ സാറേ ഞാൻ ഫോണിൽ സംസാരിച്ച് ഇളക്കിയിട്ടെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട 3000 പെറ്റി അടിക്കാം. അപ്പം ഹോം ഗാർഡ് പറഞ്ഞു സാറേ അത് വാവാ സുരേഷ് പോണ വണ്ടി, അത് നമുക്കറിയേണ്ട കാര്യമില്ല, പെറ്റി അടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നീ പൈസ എടുത്ത് ഞാൻ കൊടുത്തിട്ട് നീ പെറ്റി അടയെന്ന് പറഞ്ഞു. പുള്ളിക്ക് 3000 എടുത്തിട്ട് പെറ്റി അടച്ചു. പെറ്റി അടച്ച സമയത്ത് ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ 15ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് ആദ്യം എനിക്ക് വരുന്ന കോള് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കോളായിരുന്നു. അപ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല ആ ഒരു പേര്, രമേശ് ചെന്നിത്തല സാർ, ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല സാർ. അദ്ദേഹത്തിൻ്റെ PA അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ചിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താണ് വിഷയം എന്ന്, സുരേഷ് എന്താ വിഷയം എന്ന് വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമയത്ത് അങ്ങനെ ഇപ്പോൾ 5 മിനിറ്റിനകത്ത് സുരേഷിനെ ശംഖുമായി SC വിളിക്കുമെന്ന് പറഞ്ഞു. 5ാമത്തെ മിനിറ്റ് ശംഖുമായി SC ജവഹർ ജനാർദ്ദനൻ സാർ വിളിക്കുന്നു. ഞാൻ സാറിനോട് കാര്യം പറയുന്നു. സാറ് പരാതി സ്വീകരിക്കുന്നു. ഈ പയ്യൻ്റെ നമ്പർ വാങ്ങിക്കുന്നു. 7:40 പുള്ളിയെ ഞാൻ വിളിച്ചിട്ടുള്ളവർ പെറ്റിയടിക്കുന്നത് 11 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പൈസ തിരിച്ചു വേണമോ, നടപടി എടുക്കണം. ഞാൻ നടപടി എടുക്കണം, ഇനിയൊരു പാവപ്പെട്ടവന് ഇതുവരെ അനുഭവം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ നടപടിയെടുത്ത് 2 പേരെയും ആ 24 മണിക്കൂറിനകത്ത് സ്ഥലം മാറ്റി. അവർക്ക് സ്ഥലം മാറ്റി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടല്ല, ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് നടപടി ഉണ്ടാകണം. മറ്റൊരു പാവപ്പെട്ടവർക്ക് ഇനി അത് അനുഭവം ഉണ്ടാവരുത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ നടപടി വന്നപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് എന്നെ പോലുള്ളൊരു സാധാരണക്കാരന് വേണ്ടി പെട്ടെന്ന് നടപടിയെടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറിന്, അദ്ദേഹത്തിൻ്റെ PAയ്ക്കും ആ ജവഹർ ജനാർദ്ദനൻ സാറിന് ശംഖു SC അദ്ദേഹത്തിന് നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന ഒരു 3 പേരാണ് അവർ 3 പേരും. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയ്ക്കടുത്ത് മണികണ്ഠേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുകയും ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു സ്ലാബിൻ്റെ അടിയിലായിരുന്നു. സ്ലാബ് ഇവർ ഇളക്കുകയോ വെള്ളമൊഴിക്കുകയോ എന്തൊക്കെ ചെയ്തങ്ങ് ചവിട്ടി വെച്ചിരിക്കുക. ഞാൻ ചെന്ന് സ്ലാബ് ഇങ്ങനെ എടുത്ത് അദ്ദേഹത്തെ ഇങ്ങനെ വാലിപ്പിടിച്ച് തൊട്ട്, ഇദ്ദേഹം മുഴുവൻ ചെളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഞാനും വെട്ടിക്കളച്ച് വേർതിരിക്കുക. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനൊന്ന് കഴുകാമല്ലെന്നും പറഞ്ഞൊരു സിങ്കിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ
കുനിയാനും ആ മതിലൊരു ഗ്ലാസ് ഇരുന്നു. ആ ഗ്ലാസ് ഒന്ന് നെറ്റിയിലടിച്ചു. എന്നിട്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ പൊട്ടി ഒലിച്ചു. അപ്പോൾ ഞാൻ ഒരു തല പൊട്ടി എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാതെ ഇതിങ്ങനെ തടവി നോക്കാനും അദ്ദേഹം ഒറ്റക്കടി. ഇതൊരു കുഞ്ഞു മൂർഖനായിരുന്നു. ഇത് ആ ഒരു ഒറ്റക്കടി ചെറിയ മൂർഖനായിരുന്നു. കണ്ടോ, ഇതും കിടന്നു ഞാൻ 15 ദിവസം. കണ്ടോ, ഇപ്പോൾ ലേറ്റസ്റ്റ് 2 മാസങ്ങൾക്ക് മുന്നേ. ഇതുപോലെ തന്നെ ഗണേഷ് കുമാർ സാർ ഞാനായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് എനിക്കൊരു ജോലി നൽകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് അത് കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഞാൻ ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ എനിക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഗോഹട്ടിയിൽ എയർഫോഴ്സിൽ ജോലി മേടിച്ച് തരാമെന്നുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. 100% പക്കയായിട്ട് എല്ലാം റെഡി ആയുള്ളൂ. എന്നിട്ട് ഞാൻ കളഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇതൊന്നും എനിക്കൊരു ജോലി ഒരു പ്രാധാന്യമുള്ള കാര്യമില്ല. എൻ്റെ വ്യക്തിത്വം, എൻ്റെ സ്വാതന്ത്ര്യം, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ട്, കോളിന് കുറവൊന്നുമില്ല. ഇപ്പോൾ കൊഞ്ചറസയ്ക്കുള്ള റെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പാമ്പുകൾ ഇണ ചേർന്ന് മുട്ടയ്ക്ക് അടയിരിക്കുന്ന സമയമുണ്ട്. വലിയ തിരക്കുണ്ടാവാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ തിരക്കായിരിക്കും. പക്ഷെ അതിലൊക്കെ മാറ്റി വെച്ചാൽ ഞാനിപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു സംരംഭം ഉണ്ടായി. അത് വേറൊന്നും കൊണ്ടല്ല. എന്തായാലും ഈ വരിയിൽ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇനി ജീവിതം വഴിമുട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്സൈഡ് പാമ്പതിഥികളെ മാത്രം കൊണ്ടുവരണം, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ആൾക്കാർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സുഹൃത്തുക്കളായ 3-4 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കല്ല സാറേ, എനിക്കൊരു ചെറിയൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഒരു തട്ടുകട തുടങ്ങാമോ എന്ന് ചോദിച്ചു. നിങ്ങളും സഹായിക്കണമെന്ന്. അങ്ങനെ 3 പേരുടെ മുന്നോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരുടെ ചേർന്ന് ചെറിയ തട്ടുകട കവടിയാറിനടുത്ത് കുറവംകുണത്തിനടുത്തൊരു തട്ടുകട തുടങ്ങി. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോകുന്നു. അതിൽ നിന്ന് മിച്ചം കിട്ടണമെങ്കിൽ ആ മിച്ചം കൊണ്ട് ആൾക്കാർക്ക് കടം വാങ്ങിച്ച ആൾക്കാർക്ക് കടം വിടാനുണ്ട്. പിന്നെ എൻ്റെ വണ്ടി തന്നെ അറിയാം. എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു കാർ പഞ്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി അത് KSRTC ആയിട്ട് ഇടിച്ചത്. ഞാൻ എൻ്റെ അനിയത്തിക്ക് കിഡ്നി പ്രോബ്ലംസും അതുപോലെ കിഡ്നിയുടെ തകരാറ് പ്രശ്നങ്ങളും അതുപോലെ ഹാർട്ടിൻ്റെ പമ്പിങ് പ്രശ്നങ്ങളും ഇങ്ങനെ ഒരുപാട് കണ്ണിന് കാഴ്ചയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഫണ്ട് വേണം, വലിയൊരു എമൗണ്ട് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ഇത് മാത്രമായിട്ട് നടന്നാൽ എനിക്ക് പറ്റില്ല. കിട്ടുന്ന സമയം കൊണ്ട് കിട്ടാവുന്നിടത്തോളം ജോലി ചെയ്ത് കാശുണ്ടാക്കണം. അത് തട്ടുകടയായാലും ശരി, വേസ്റ്റ് എടുക്കലായാലും ശരി, ഡ്രെയിനേജ് പോരലായാലും എന്തായാലും കുഴപ്പമില്ല എന്നുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു തട്ടുകട തുടങ്ങി. നല്ല ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് തുടങ്ങി. ഇപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ നിന്ന് മിച്ചം കിട്ടുന്നത് വെച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആരെങ്കിലുമൊക്കെ ചാരിറ്റിക്കോ ഞങ്ങൾ 4 പേര് ഒരേ മനസ്സോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ പോകുന്നുണ്ടത്. ഇത് തുടക്കമാണ്. ഇപ്പോൾ എല്ലാവരും എന്നെ കാണാനാണ് വരുന്നത്. ഇപ്പോൾ ഞാനവിടെ ഇല്ല എങ്കിൽ പിന്നെ എത്രയായിട്ട് കച്ചവടം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റുകയില്ല. എൻ്റെ അതിഥികളെക്കുറിച്ച് എനിക്ക് എന്തായാലും പിടിക്കാതിരിക്കാൻ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക ചിന്താഗതികൾ. ഇപ്പോൾ അമ്മയ്ക്ക് പ്രായക്കൂടുതലുണ്ട്, അമ്മയ്ക്ക് ഓർമ്മ പശകുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് വേണം. പിന്നെ വീടിൻ്റെ അവിടെ 4 സെൻറ്റ് സ്ഥലങ്ങളിൽ വീട് പലരും വെച്ച് തരാമെന്ന് ഞാനത് വാങ്ങിയിട്ടില്ല. എനിക്ക് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിനിടയിൽ എൻ്റെ ഈ ഇത്രയും അനുഭവങ്ങൾ ഇതൊന്നുമല്ല, പിന്നെ വിട്ടുപോയത് ഒരുപാട് കാണാം. പക്ഷേ ഇനി ഒരുപാട് കഷ്ടപ്പാടുകൾ പങ്കുവെക്കാണ്ട് ഇതെല്ലാം മറന്നുപോയതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ കുഞ്ഞു ജീവിതം നിങ്ങളൊന്നും കണ്ടതുപോലെയല്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിൽ പച്ചയായി ജീവിക്കുന്ന വാവാ സുരേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. എൻ്റെ ഒരു കളങ്കമില്ലാതെ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ എൻ്റെ ഓർമ്മയിരുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതാണ് എൻ്റെ ഈ ജീവിതം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു.